ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരും എപ്പോഴും കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നു, ശരീരം അമിതമായിട്ട് വണ്ണം വയ്ക്കുന്നു, എന്നാൽ ശരീരത്തിൻ്റെ വണ്ണം എനിക്കൊന്ന് കുറയ്ക്കണം എന്ന് പറയുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒട്ടനവധി വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമുക്ക് യൂട്യൂബിലും ഓൺലൈനായിട്ടും ഇൻ്റർനെറ്റിലും ഒക്കെ കാണാറുണ്ട്. പക്ഷേ ഇതല്ലാതെ തന്നെ മറ്റൊരു കൂട്ടർ കൂടിയുണ്ട്. അതായത് എൻ്റെ ശരീരം ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുന്നു, എനിക്ക് ശരീരം ഒന്ന് നല്ല രീതിയിൽ വണ്ണം വെച്ച് ഒരു സാധാരണ ഒരു രൂപത്തിലേക്ക് എത്തണം എന്നുള്ള രീതിയിലേക്ക് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് വെയിറ്റ് ഗെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ശരീരത്തിൽ ഒരുപാട് സ്ഥലത്തും എല്ലുകളൊക്കെ തെളിഞ്ഞു കാണുകയും നമ്മൾ എന്ത് കഴിച്ചാലും ശരീരത്തിലേക്ക് പിടിക്കുന്നില്ല മുതലായിട്ടുള്ള പരാതികളും ഒട്ടനവധി ആളുകൾ ഇവരെ കളിയാക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളിലോ കോളേജിലോ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലോ അയൽവാസികളോ ഒക്കെ തന്നെ പലപ്പോഴും എന്താണ് ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്, എന്തെങ്കിലും രോഗമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച് ഉത്തരം പറയാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വളരെ സഹായകരമാകുന്ന വീഡിയോയാണ് പറയുന്നത്. ഇപ്പോൾ സാധാരണ എല്ലാവരും ചിന്തിക്കുന്നത്, ഇപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ലേഹ്യമോ മരുന്നോ അങ്ങനെ എന്തെങ്കിലും പറയുന്നതായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇപ്പോൾ രണ്ട് തരത്തിലാണ് നമ്മുടെ നാട്ടിൽ ഈ വിശപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരം മെലിഞ്ഞിരിക്കുന്നവർ പൊതുവേ പറയുന്ന കംപ്ലൈൻറ്റ്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു രീതിയിലൊരു കംപ്ലൈൻറ്റ് നിങ്ങൾക്കും എന്തായാലും ഉണ്ടായിരിക്കും. അതായത് ആദ്യം തന്നെ പലരും പറയും, ഡോക്ടർ എനിക്ക് ഒന്നും കഴിക്കാനായിട്ട് സാധിക്കുന്നില്ല, എന്ത് കഴിക്കുമ്പോഴും ഒരു വിശപ്പില്ലായ്മയും ഒരു രുചിയില്ലായ്മയും, ഒട്ടും എനിക്ക് ആഹാരം ഉള്ളിലേക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ അടുത്ത ദിവസങ്ങളായിട്ട് ഞാൻ നല്ല രീതിയിൽ ശരീരം മെലിഞ്ഞു വരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മുടെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസിൽ കൂടുതൽ ആൾക്കാരും പറയുന്നത്, ഞാൻ നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്നുണ്ട്, ഇറച്ചിയും മീനും മുട്ടയും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന എല്ലാ ആഹാരങ്ങളും പുറത്തുനിന്ന് ഉള്ള ആഹാരങ്ങളും ഒക്കെ ഞാൻ കഴിക്കുന്നുണ്ട്, പക്ഷെ എന്ത് കഴിച്ചാലും ശരീരത്തിലേക്ക് പിടിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ പരാതി പറയുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇപ്പോൾ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നവർക്കാണെങ്കിൽ ആഹാരം നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വിശപ്പില്ലായ്മ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ വയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വന്നതിന് ശേഷം നമുക്ക് ആഹാരത്തിനൊന്നും രുചി തോന്നുന്നില്ല മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും പലപ്പോഴും നമുക്ക് ഇതുണ്ടാവുന്നത്. ഇനി രണ്ടാമത്തെ കൂട്ടരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷേ ഇത് ദഹിക്കാനോ, അതായത് പ്രോപ്പറായിട്ട് ദഹിക്കാനോ, ദഹിച്ചതിന് ശേഷം നമ്മുടെ ആമാശയത്തിൽ നിന്ന് ഇത് കുടലിലേക്ക് എത്തിക്കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ രൂപത്തിലും അതുപോലെ തന്നെ നമുക്ക് വേണ്ട ന്യൂട്രിയൻസും വലിച്ച് ശരീരത്തിലേക്ക് എടുക്കാനായിട്ട് സാധിക്കാതെ വരുന്നത് കൊണ്ടുമാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ രണ്ട് കാര്യത്തിൽ ഏതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചില കാരണങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ആഹാരം കഴിക്കുന്നതും ആഹാരം റിലേറ്റ് ചെയ്ത് മാത്രമാണ് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നുണ്ടോ എന്നൊരു കാര്യം നോക്കേണ്ടതുണ്ട്. അതായത് കൃത്യസമയത്ത് എല്ലാ ദിവസവും നമ്മൾ 3-4 നേരം ആഹാരം കഴിക്കുന്ന ടൈം എല്ലാ ദിവസവും സെയിം ടൈമിലാണോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിൽ അതൊന്ന് ശരിയാക്കി എടുക്കുക. പിന്നീട് പലരും വിചാരിക്കുന്നത്, അച്ഛനോ അമ്മയ്ക്കോ നമ്മുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും ഒക്കെ നമുക്ക് ഒരു മെലിച്ചിലുണ്ടെങ്കിൽ മക്കൾ സ്വാഭാവികമായിട്ടും മെലിഞ്ഞിരിക്കണം എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് സയൻറ്റിഫിക് എവിഡൻസ് ഒന്നും എങ്ങും കിട്ടിയിട്ടില്ല. അതായത് ഏകദേശം ഒരു 20% പോസിബിലിറ്റി ഉണ്ടെങ്കിലും ബാക്കി 80% അങ്ങനെ തന്നെ ആവണമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇതൊരു പാരമ്പര്യമായിട്ട് എല്ലാവരും മെലിഞ്ഞു പോകണമെന്നോ അല്ലെങ്കിൽ ഓവറായിട്ട് തടിക്കണമെന്നോ ഒന്നുമില്ല. അതിലെല്ലാത്തിലും നമുക്ക് വേണ്ടത് നമ്മുടെ എക്സർസൈസും ഡയറ്റും നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അത്യാവശ്യം എക്സർസൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും നമ്മുടെ ശരീരത്തിൻ്റെ അതൊരു എഫക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രമേഹ രോഗികൾ കഴിക്കുന്ന മരുന്നുകൾ ഒരു പക്ഷേ നമ്മൾ ആഹാരം ഒന്നും കൺട്രോളിലല്ലാതെ ഗുളിക മാത്രം ഡെയിലി കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇതുപോലെ മെലിയാനുള്ള സാധ്യതയുണ്ട്. ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡ് രോഗമുള്ളവർ മരുന്ന് പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിക്കും. ഹീമോഗ്ലോബിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറയുകയോ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ക്രമാതീതമായിട്ട് താഴുകയോ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും ശ്വാസം മുട്ടൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നാളേക്ക് സ്റ്റിറോയിഡ് മരുന്നുകൾ എടുക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മുടെ ശരീരം മെലിയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റും.
ഇനി നമ്മുടെ ആഹാരത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാനുള്ളത്? ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് എഴുതിയെടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പലപ്പോഴും മിൽക്ക് ഷേക്കുകളായിട്ട് ആഹാരം നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അതിൽ തന്നെ പഴം കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഷേക്കുകൾ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ വണ്ണം വയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പീനട്ട് ബട്ടർ, അതായത് നമ്മൾ കൂടുതലും ഇത്തരത്തിൽ ശരീരം നന്നാവണം എന്ന് ആലോചിക്കുന്നവർ എപ്പോഴും ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യസമയത്ത് വിരയ്ക്കുള്ള മരുന്ന് കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും വിരയ്ക്കുള്ള മരുന്ന് പ്രോപ്പർ ആക്കുക. അതിനുശേഷം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് നമ്മൾ കൂട്ടണം എന്നല്ല പറയുന്നത്. പക്ഷെ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് കുറച്ചിട്ടും പെട്ടെന്ന് ശരീരത്തിൽ കൂടുതലായിട്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, അതുപോലെ തന്നെ ഫാറ്റ് കണ്ടന്റും ഒരുപോലെ കിട്ടുന്ന ആഹാരങ്ങൾ നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ പീനട്ട് ബട്ടർ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്, കപ്പലണ്ടി കഴിക്കാൻ പറ്റുന്നതാണ്, നട്ട്സ് വർഗ്ഗങ്ങളിൽ പെട്ടിട്ടുള്ള ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത മുതലായിട്ടുള്ള ഏത് തരത്തിലുള്ള നട്ട്സുകളും ഡ്രൈ ഫ്രൂട്ട്സുകൾ, നമുക്കിപ്പോൾ ഉണക്ക മുന്തിരി അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കഴിക്കാം. പക്ഷേ കൂടുതലായിട്ട് ഫൈബർ കണ്ടന്റ് ഉള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മലശോധന പ്രോപ്പർ ആകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ആഹാരം കഴിക്കുന്നത് ലേക്ക് വരിക. അതുപോലെ തന്നെ പലപ്പോഴും പലരും ചെയ്യുന്ന വെജിറ്റേറിയൻ ആണെങ്കിലും നമുക്ക് ശരീരം നന്നാവുന്നില്ല എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യം പ്രോട്ടീൻസും ഒക്കെ കിട്ടാനായിട്ട് വേണ്ടിയിട്ട് പയറ് വർഗ്ഗങ്ങളും അതുപോലെ തന്നെ പരിപ്പ് വർഗ്ഗങ്ങളും സോയാബീനും മുതലായിട്ടുള്ള ആഹാരങ്ങൾ നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പാലും മുട്ടയും ഇറച്ചിയും നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഒന്നിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 3 ആഹാരങ്ങളും നമ്മൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള അളവിൽ പ്രോട്ടീനും ഫൈബറും അതുപോലെ തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റും എസെൻഷ്യൽ ആയിട്ടുള്ള ഒട്ടനവധി വൈറ്റമിൻസും ഫാറ്റും എല്ലാം കിട്ടാനുണ്ട്. ഫൈബർ കണ്ടന്റ് നമുക്ക് പച്ചക്കറികളിലാണ് കേട്ടോ കൂടുതൽ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുമ്പോൾ ഈ പറയുന്നത് നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് കൂടുതൽ മസിൽ ബിൽറ്റ് ഉണ്ടാവാനും ശരീരത്തിൻ്റെ രൂപഭംഗി മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് നമ്മൾ ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിന് എപ്പോഴും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഫ്ലാക്സ് സീഡ് മുതലായിട്ടുള്ള സീഡുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒമേഗ 3യുടെ ക്യാപ്സ്യൂൾസ് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ചൂര, ചാള, മത്തി, അയല മുതലായിട്ടുള്ള മീനുകളുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള മീനുകൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ഒമേഗ 3 നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള അളവിൽ കിട്ടും. ഇനി നമ്മൾ പഴവർഗ്ഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റാർച്ചി ഫ്രൂട്ടുകളായിട്ടുള്ള അവക്കാഡോ നമുക്ക് കഴിക്കാം. പഴങ്ങൾ, അതായത് നമ്മുടെ സാധാരണ വാഴപ്പഴം നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കരിക്ക് നമ്മൾ പതിവായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ കരിക്ക് വെച്ചിട്ടുള്ള ഷേക്കുകൾ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ്, മാമ്പഴം നമുക്ക് നല്ലതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് നമ്മൾ അത്യാവശ്യം ഒന്ന് കഴിക്കുമോ. ഫൈബറും കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ശരീരം ബിൽറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ മരുന്നുകളിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ തന്നെ പല വീഡിയോസിൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് പലപ്പോഴും അശ്വഗന്ധാദി രസായനം, അശ്വഗന്ധ ലേഹ്യം, ബ്രഹ്മരസായനം, അതുപോലെ തന്നെ നമുക്ക് ചവനപ്രാശം കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി കൂടി വരാൻ വേണ്ടിയിട്ടാണ്. ചവനപ്രാശം നമുക്ക് കഴിച്ചാലും ശരീരം വണ്ണം വയ്ക്കുന്നതാണ്. വിതാര്യാദി ലേഹ്യം, ബ്രഹ്മരസായനം, നാരസിംഹ രസായനം മുതലായിട്ടുള്ള ഒട്ടനവധി രസായനങ്ങളുണ്ട്. പക്ഷേ ഇത് എപ്പോഴും പലരും കടകളിൽ പോയിട്ട് ശരീരം വണ്ണം വയ്ക്കാനുള്ള മരുന്നായിട്ട് വാങ്ങി കഴിക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കുടെ ദഹനം പ്രോപ്പർ അല്ലാതെ നിങ്ങൾ എത്ര രസായനം കഴിച്ചിട്ടോ ശരീരം പ്രോപ്പറായിട്ട് ഇത് അബ്സോർബ് ചെയ്യാത്ത അവസ്ഥയിൽ നമ്മൾ എത്രത്തോളം മരുന്നുകൾ കഴിച്ചാലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് ഒരിക്കലും മസിൽ ബിൽറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിൽ അതിന് ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കഴിച്ചു തുടങ്ങുമ്പോൾ ഇറച്ചിയും മീനും മുട്ടയും ആദ്യം എടുത്ത് കഴിക്കുകയല്ല ചെയ്യാനുള്ളത്. ആദ്യം നമ്മുടെ വിരയ്ക്കുള്ള ഗുളികയൊക്കെ കഴിച്ച് ശരീരം ഒന്ന് പ്യുവർ ആയതിനു ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ള ലൈറ്റ് ആയിട്ടുള്ള കഞ്ഞി, ഓട്സ്, കുറച്ച് പച്ചക്കറികൾ, അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ആഹാരങ്ങൾ കഴിച്ച് തുടങ്ങി നമ്മുടെ കുടലിൻ്റെ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി പ്രോപ്പർ ആവുകയും കുറച്ച് തൈര് മുതലായിട്ടുള്ള പ്രോബയോട്ടിക് ആയിട്ടുള്ള ആഹാരങ്ങൾ കൂടി കഴിച്ച് ഇൻറ്റസ്റ്റൈൻ്റെ ഹെൽത്തും കൂടി വീണ്ടെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ ലേഹ്യങ്ങളോ രസായനങ്ങളോ ഒക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിലും കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് നമ്മുടെ ശരീരത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമവും മാനസിക സമ്മർദ്ദം അമിതമായിട്ട് ഉണ്ടാകാതിരിക്കുകയും അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ഇത് നമ്മുടെ ബോഡിയിലുണ്ടെന്ന് ബ്ലഡ് ടെസ്റ്റിലൂടെ ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്
നമ്മൾ പ്രോപ്പറായിട്ട് ആഹാരം കഴിക്കുക. വൈറ്റമിൻ ഡി ഉറപ്പായിട്ട് നിങ്ങൾ ചെക്കും കൂടി ചെയ്ത് നോക്കി അതിന് കുറവുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസിക്കുള്ള ക്യാപ്സ്യൂൾസ് നമുക്ക് വാങ്ങി കഴിക്കാനായിട്ട് പറ്റിയ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത്തരത്തിലുള്ള മരുന്നുകളും കൂടി നമ്മൾ കഴിക്കുകയാണെങ്കിലും ശരീരം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.